And after a long break, he called me with such a wonderful news to create a film as ambitious as this, as driven as this, and something that holds national relevance. ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി ഇന്ന് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. Thank you for being a part of this journey. This is just the beginning of our story. Welcome to the world of Operation Star. We'll start with lighting the lamp. So I request our main cast and crew to come onto the stage, and we'll start with the first step to the നമസ്കാരം. ഇന്ന് ഒത്തിരി പ്രത്യേകതകളുള്ള ദിവസമാണ്. നമ്മുടെ പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന ദിവസം തന്നെയാണ് നമ്മളുടെ പുതിയ സിനിമയും തുടങ്ങുന്നത്. സർക്കാരിന് രൂപീകരിക്കുന്ന എല്ലാ മന്ത്രിമാർക്കും ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഒരു കുഞ്ഞ് കാര്യം കൂടി പറയാനുണ്ട്. ഈ സിനിമയുടെ പുറകിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു 50-60 പേരെ കഴിഞ്ഞ 2 മാസമായി ഞാൻ കാണുന്നുണ്ട്. അവരെൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. എൻ്റെ കൂടെ എന്ന് എൻ്റെ ഓഫീസിലായിരുന്നു. 28 സിനിമ നിർമ്മിച്ച ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിന് വളരെ ഐ ഫീൽ ഇത്രയും എനർജറ്റിക്കില്, ഇത്രയും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ ആരോട് പറഞ്ഞു, ഇതിൻ്റെ സംവിധായകനെ എനിക്ക് കഴിഞ്ഞ ഈ സംവിധായകൻ, നിങ്ങൾ അവനിങ്ങനെ നാണം കുടുങ്ങിയായിട്ട് നടക്കുന്നുണ്ടെങ്കിലും പുള്ളിക്ക് വേറൊരു വീക്ക്നെസ് ഉണ്ട്. പുള്ളി ഒരു വണ്ടി പ്രാന്തനായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വണ്ടി സംബന്ധമായി എനിക്കൊരു 15 കൊല്ലം മുമ്പ് അദ്ദേഹത്തിനെ അറിയാം. 20 കൊല്ലം. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും പാട്ടിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് എൻ്റെ മ്യൂസിക് കമ്പനി വലുതാകണമെന്ന് എന്നെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് രതീഷ് വേഗ. അതുകൊണ്ട് അദ്ദേഹം ഞാനുമായിട്ട് ഇങ്ങനെ നിരന്തരം സംസാരിക്കുമായിരുന്നെങ്കിലും ഈ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ സിനിമ ചെയ്യാൻ ദൈവം ഇപ്പോഴാണ് ഇടവരുത്തിയത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഞാൻ ഈ രാശിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. ജയനാണ്. കാരണം ഞാനും ജയനും തമ്മിൽ എല്ലാ ദിവസവും വിളിച്ച് എന്നാ പറയണ്ടേ ഡയലോഗുകൾ പറയുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ കൂടി ഞങ്ങൾക്ക് പരസ്പരം ഒരു വിശ്വാസവും സ്നേഹവും സൗഹൃദവും ഉണ്ട്. അത് ഞങ്ങൾ ഇതിനു മുമ്പ് ക്യാപ്റ്റനിലൂടെയാണ്. ക്യാപ്റ്റൻ സിനിമ ചെയ്യുന്ന സമയം മുതൽ ഞങ്ങൾക്കിടയിൽ ഒരു സ്നേഹമുണ്ട്. അപ്പം അദ്ദേഹം എന്നെ വിളിച്ച് ഈ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു തീവ്രത, അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടം, ഒരു പാഷൻ എന്നെ വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായി. പിന്നെ നടന്നതെല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഈ സിനിമയിലേക്ക് എത്തി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ ഡയറക്ടർ എന്നാ പറയണ്ടേ ഒരു തപസ് പോലെ കൊണ്ടു നടന്ന ഒരു പ്രോജക്റ്റാണ്. ഞാൻ അദ്ദേഹത്തോട് എല്ലാ ദിവസവും പറയും, നമുക്ക് നല്ലതേ വന്ന് ചേരുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കാസ്റ്റിങ്ങിലായാലും ഞങ്ങൾ ടെക്നീഷ്യൻസിനെ കൂട്ടുമ്പോഴും എല്ലാം ചേരുംപടി ചേരുന്ന രീതിയിലാണ് ഓരോ ആളുകൾ വന്ന് നമ്മളിലേക്ക് ചേർന്നത്. ഇനിയിപ്പോൾ ഈ സിനിമ നമ്മളുടെ എല്ലാവരുടെയുമാണ്. ഈ സിനിമ മാറുന്ന കാലഘട്ടത്തിന് അനുസരിച്ചുള്ള സിനിമയാണ്.
എന്നും പറഞ്ഞ് നിങ്ങൾ അധികമായിട്ടൊന്നും ചിന്തിക്കരുത്, ചിന്തിച്ചു കൂട്ടണ്ട. പക്ഷേ ആരെയും വേദനിപ്പിക്കാത്ത ഞാനൊരു കുഞ്ഞു കാര്യോടും പറഞ്ഞ് ഈ സിനിമയുടെ ഒരു നാച്ചുറൽ പറഞ്ഞ് ഞാനിങ്ങ് നിർത്തുകയാണ്. ഞാൻ അങ്ങനെ എന്തോ ഒരു സിനിമ കണ്ടപ്പോൾ മൈ നെയിം ഈസ് ഖാൻ, ഐ എം നോട്ട് എ ടെററിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ കാണുമ്പോൾ എപ്പോഴും ഞാൻ ചിന്തിക്കും, എന്തിനാണ് നമ്മൾ ചില പ്രത്യേക കോർണറുകളിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്. അത് കഴിഞ്ഞാണ് നമ്മൾ കേരളീയരാകുന്നതുമല്ല. അങ്ങനെ ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾക്ക് ആവശ്യമാകുന്ന ഒരു സിനിമയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രണ്ടാമത്തത്, നമ്മളറിയാതെ ഒത്തിരി പേര് നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് ഈ ലോകത്തിൽ. ആ കഷ്ടപ്പെടുന്നവരുടെ വേദനകൾ തിരിച്ചറിയപ്പെടുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഈ സിനിമ. ഈ സിനിമ നമ്മൾ ഗുഡ്വില്ലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം, റിപ്പീറ്റ് വ്യൂവേഴ്സ് ഉള്ള എൻ്റെ പല സിനിമകളിലും എടുക്കുമ്പോഴും എനിക്കൊരു റിപ്പീറ്റ് പിന്നെയും കാണാൻ തോന്നുന്ന ഒരു സിനിമയും എൻ്റെ കയ്യിലില്ല. അതിനകത്ത് ആകെപ്പാടെ എനിക്ക് പിന്നെയും കാണണമെന്ന് തോന്നുന്നത് അബ്രഹാമിൻ്റെ സന്തതികളാണ്. ഈ അബ്രഹാമിൻ്റെ സന്തതികളുമായും ഈ സിനിമയ്ക്ക് ഒരു കണക്ഷൻ ഉണ്ട്. അതിനകത്ത് ഞാൻ ഒരാളെ കണ്ടുപിടിച്ച് മമ്മൂക്കയ്ക്ക് അനിയനാക്കിയിരുന്നു, ആൻസൺ പോള്. ധരിക്കുന്നു ആൻസൺ പോള് ഈ സിനിമയിൽ യാദൃശ്യമായി വന്നുകൂടിയിട്ടുണ്ട്. അതുപോലെ ഈ സിനിമയും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളോടൊപ്പം വേണം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുകയാണ്, എല്ലാവരും എത്തിച്ചേർന്നതിൽ. ഇത് എന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ളൊരു ദിവസമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, രതീഷ് സംവിധായകനാകുന്നു എന്ന് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഒരാൾ സംവിധാനത്തിലേക്ക് വരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. കോക്ടെയിൽ എന്ന് പറയുന്ന സിനിമയിൽ തുടങ്ങിയ സൗഹൃദമാണ്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്തു. ബ്യൂട്ടിഫുൾ ആണെങ്കിലും തൃശ്ശൂർ പൂരം എഴുതിയിട്ടുള്ളത് രതീഷാണ്. എൻ്റെ മ്യൂസിക് ഡയറക്ടർ അവൻ തന്നെയാണ്. എനിക്ക് തോന്നുന്നു മ്യൂസിക് ഡയറക്ടർ ആദ്യമായിട്ടായിരിക്കും ഡയറക്ടർ ആവണല്ലേ. അപ്പോൾ അതൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഞങ്ങൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ വർക്ക് ചെയ്തിരുന്നു, പക്ഷേ ഇതിലേക്കാണ് നമ്മൾ വന്ന് ലാൻഡ് ചെയ്തത്. പക്ഷേ ഇതൊരു കുറച്ച് വലിയ സിനിമ ആയതുകൊണ്ട് ഇത് ആരെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമയുടെ ക്യാപ്റ്റനെ തന്നെ നമ്മൾ വിളിച്ച് ജോയിച്ചാൻ സ്ക്രിപ്റ്റ് കേട്ടു. അപ്പം തന്നെ നമ്മളിത് ചെയ്യുന്നു ബ്രദർ എന്ന് പറഞ്ഞു. അപ്പോൾ ജോയിച്ചാൻ അങ്ങനെയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ സിനിമ കേട്ട് കഴിഞ്ഞപ്പോൾ ഓരോ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ സിനിമയുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന സജഷൻസ് പറയുന്ന ഒരു പ്രൊഡ്യൂസറെ കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ ഫിലിം തന്നെ ആയി മാറട്ടെ. വി ഹാവ് ഋതിക ഹിയർ, അമീറ ഹിയർ. പിന്നെ ഇതുപോലെ തന്നെ പുതിയ ഡിസ്ട്രിബ്യൂട്ടറെ നമുക്ക് കിട്ടിയിരിക്കണം. അതൊരു ഗംഭീര സിനിമയായി തന്നെ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു നല്ല നിമിഷം സമ്മാനിച്ച ജഗദീശനോടും ഈ സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സിനിമയെക്കുറിച്ചെല്ലാം ഞാനല്ല സംസാരിക്കേണ്ടത്, പ്രേക്ഷകൻ തന്നെയാണ് അൾട്ടിമേറ്റ്ലി. നല്ലതായിട്ട് റിസർച്ച് നടത്തി, നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റിംഗ് ടൈമെല്ലാം. പിന്നെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് കരിയർ ഉണ്ടായിരുന്ന ഒരാൾ, ഞാൻ അതിൽ നിന്നെല്ലാം ബാക്ക് ഔട്ട് ചെയ്ത് ഞാൻ പിന്നീട് ഒരു ഡയറക്ടറോട് പോലും ഒരു ചാൻസ് ചെയ്ത് കുറച്ച് വർഷങ്ങൾക്കിടയിൽ എൻ്റെ ഒരു കോൾ പോയിട്ടില്ല. ബിക്കോസ് ഞാൻ ഈ സിനിമയുടെ പുറകെയായിരുന്നു. അപ്പോൾ എല്ലാ സിനിമകളും എല്ലാവരും ചെയ്യുന്നത് ഒരുപാട് ഹാർഡ് വർക്കോട് കൂടി തന്നെയാണ്. നന്നാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് നമ്മളെല്ലാവരും, പല ടെക്നീഷ്യന്മാരും ഡയറക്ടർമാരും സിനിമകൾ ചെയ്യുന്നത്. അതുപോലൊരു പ്രാർത്ഥന നെഞ്ചിൽ ചേർത്ത് വെച്ചിട്ടാണ് ഈ യാത്ര തുടങ്ങുന്നത്. ഇതൊരു വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള നമ്മുടെ വളരെ വേണ്ടപ്പെട്ട കുറച്ച് പേര് മാത്രമാണ് ഈ ഫംഗ്ഷനിലുള്ളത്. നിങ്ങളെയും വന്ന എല്ലാവരും, മീഡിയ പ്രവർത്തകരെല്ലാവരും നമ്മൾ നമ്മുടെ ഒരു ഫാമിലി പോലെ കാണുകയാണ്. നിങ്ങളുടെയും സപ്പോർട്ട് ഈ ഒരു സിനിമയുടെ വിജയത്തിലേക്ക് ആയിട്ടുണ്ടാവണം. ബാക്കിയെല്ലാം സിനിമ സംസാരിക്കട്ടെ, നമുക്ക് നല്ലതായിട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഈ യാത്ര തുടങ്ങുകയാണ്. താങ്ക് യു. Hello, good morning everybody. Thank you so much for coming out here today.
I am really excited to be a part of this film. I have wanted to be a part of Malayalam cinema actually ever since I debuted with Iridi Sutra, which was about 10 to 11 years ago. And fun fact, I just realized that I met Sir at the National Awards about 9 to 10 years back, and now we're meeting again for Operation Trial. So I guess it was destined to happen for me. About Ratish sir, when I first spoke to him, I loved his energy on call. So I was always obviously a little nervous when I was approaching, my call with him for the first time. But he just kept saying, don't worry, we'll rock it. And that just made me feel so happy, and I'm so glad to see that he's so confident and vibrant in his energy. I also just found out that he's been working on this for about 4 years, and that this is his dream project. And I'm very happy to say that now it's my dream project too, and I'm so happy to be a part of this. Thank you so much guys for this lovely opportunity, and let's really rock it. Let's go. Thank you so much. Namaskaram. I'm going to keep it very short. Basically, when I started in Indian cinema, there was one thing everyone said, that the Malayalam industry has the best scripts, the best writers, the best directors, and some of the best actors. So I'm just so happy that I have an opportunity to work with such great talent. And yeah, let's make this pan-India and let's make this film big. അതെ, ജയന്റെ കരിയറിലെ ഏറ്റവും നല്ല ഒരു ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ 3 പേരും ഒരുമിച്ച ഒരു സിനിമ, അത് 16 വർഷമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാണ് രതീഷിനെ. കുറച്ചാൾ രതീഷിനെ കാണാനില്ല. അപ്പം ഞാൻ രതീഷിന് ഇത് പറയുകയാണ്, നമ്മൾ പണ്ട് സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല, അത് വളരെ വീറോടുകൂടി തിരിച്ച് ചാടി വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് രതീഷിനെ കുറച്ചാൾ കാണാനില്ലായിരുന്നു. ഇപ്പൊ വളരെ ഗംഭീരമായ ഒരു സിനിമയോടുകൂടി അദ്ദേഹം വരികയാണ്. എന്തായാലും ജയനുമായിട്ട് കുറെ നാളായി വർക്ക് ചെയ്യില്ല. ഇപ്പൊ ജയന്റെ കൂടെ വർക്ക് ചെയ്യുന്നു, രതീഷിനോട് വർക്ക് ചെയ്യുന്നു, ജോബി സാറിന്റെ കൂടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വളരെ സന്തോഷം. രാജ്യസ്നേഹം കുറച്ച് കൂടുതലാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ NIA-കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അത് ഇതുവരെ ചെയ്യാത്തില്ല. ഈ പടത്തിനകത്തൊരു NIA-കാരനാണ്. ഒരു തോക്ക് തന്നാൽ ഞാൻ പലരെയും വെടിവെച്ചിടുമിക്കുവാറും. അതിന്റെ ഒരു കുറവ് കൂടെ ഉള്ളൂ. എന്തായാലും വളരെ സന്തോഷം. ഈ സിനിമ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെയും ആഗ്രഹം പോലെ തന്നെ ഭയങ്കര സൂപ്പർ ഹ്യൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാ പ്രാർത്ഥനകളും. താങ്ക് യു. ഗോഡ് ബ്ലെസ്. നമസ്കാരം. താങ്ക് യു എല്ലാവരും എത്തിയതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് ജയേട്ടനാണ്. സുദീപ് ആത്മീകം എന്ന് പറയുന്ന സിനിമയിലോട്ട് എന്നെ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സിനിമയിൽ ഒരു നടനായിട്ട് കയറി. അത് കഴിഞ്ഞിട്ട് ഒരു സിനിമയിലൊരു ഒരു പ്ലേസ് എന്നത് ജോബിച്ചനാണ്. ഇബ്രഹാമിന്റെ സന്തതികളിൽ ഒരു സന്തതിയായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. താങ്ക് യു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ സിനിമയിലോട്ട് വിളിക്കുമ്പോൾ ഒരുപാട് സന്തോഷം. ജേട്ടൻ്റെ കൂടെയും ജോബിച്ചിൻ്റെ കൂടെയൊക്കെ ഒരു സിനിമയും കൂടി, ഒരുപാട് സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് നല്ലൊരു സിനിമയായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നവീൻ ഇതിൻ്റെ DOP ആദ്യമായിട്ട് ക്യാമറ വെച്ചത് എൻ്റെ മേത്താണ്. അപ്പോൾ അവൻ്റെ രണ്ടാമത്തെ സിനിമയായ ഓപ്പറേഷൻ ട്രയൽ എന്തായാലും ഗംഭീരമായിട്ട് നല്ല വിഷ്വൽസും അടിപൊളിയായിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നല്ല ഗംഭീര വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഈ സിനിമ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹാൻസൺ പറഞ്ഞ പോലെ തന്നെ ഒരു അമേസിങ് ക്രൂ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ബാക്കിംഗ് ദ സ്റ്റോറി, ബാക്കിംഗ് ദ വിഷ്വൽസ്, ബാക്കിംഗ് ദ സൗണ്ട്. പിന്നെ രതീഷ് തന്നെയാണ് ഇതിൻ്റെ റൈറ്റർ, ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ, എവറിത്തിങ്. ഹീസ് അഡോണിങ് മൾട്ടിപ്പിൾ റോൾസ് ഇൻ ദിസ് പ്രോജക്റ്റ്. ഇതോടുകൂടി നമ്മുടെ ഒഫീഷ്യൽ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. Personally, I believe that time is the most precious gift a human being can give another. You all gave us your time and it means a lot to us. Thank you so much for being here. Thank you for your time and we'll see you in cinemas.